ഇതിപ്പോൾ ആഘോഷങ്ങളുടെ സമയമാണല്ലോ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോൾ ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് പറയാം. ആഹാരം നമ്മൾ കഴിക്കുന്നത് നമുക്കതിന് എനർജി കിട്ടും, അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിനും പ്രൊട്ടക്ഷൻ, അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു എന്നത് മാത്രമല്ല, ആഹാരം കഴിക്കുന്നത് നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഫങ്ഷൻ, അതുപോലെ സോഷ്യൽ ഫങ്ഷൻസ്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ അധികമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചിലർ ആഹാരം അധികം കഴിച്ചിട്ട് വണ്ണം കൂടാറുമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം നമ്മൾ ഒരു എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് അത് ആവശ്യമാണ്, അത്യാവശ്യമായിട്ട് നമ്മൾ എല്ലാത്തിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ആഹാരം എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്? ഇപ്പം ഒരു ആഘോഷം വരുമ്പോൾ, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്കിപ്പം അധികമായിട്ടിപ്പം ആ സമയത്ത് നമ്മൾക്ക് വെയിറ്റ് റിഡക്ഷനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുമ്പം എല്ലാം കഴിക്കാം, പക്ഷേ ഒരു ലിമിറ്റിൽ കഴിക്കുക. നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഒരു പോർഷൻ സൈസ് എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപാട് അധികമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ പഠനങ്ങൾ കാണിക്കുന്നത് മിക്കവാറും ഈ ന്യൂ ഇയർ ക്രിസ്മസ് ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1.5 മുതൽ 2 കിലോ വെയിറ്റ് വരെ ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു 500 കാലറിയൊക്കെ ഒരു ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും 3 ആഴ്ച കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പാർട്ടിക്ക് വല്ലതും പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ചെറിയ മീൽ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അത്രയ്ക്കും കൂടുതലായിട്ട് ചിലപ്പോൾ കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ എടുക്കുമ്പം പ്ലേറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തിട്ട് വന്നിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പം ചിലപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി, എത്ര പോർഷൻ നമ്മൾ കഴിച്ചെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവില്ല. അപ്പോൾ എല്ലാം നമുക്ക് വേണ്ടുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ച് പോർഷൻ ഇപ്പം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതൊരു പോർഷൻ, ഫിഷോ ചിക്കൻ ആണെങ്കിൽ 2-3 പീസ്, അതുപോലെ വെജിറ്റബിൾസ്, കേട്, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കുക. ഇനി നിങ്ങൾക്ക് ഡെസേർട്ടൊക്കെയാണ് കൂടുതൽ കഴിക്കാൻ ആഗ്രഹമെങ്കിൽ, അതുപോലെ ഇപ്പം അപ്പറ്റൈസേഴ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറയ്ക്കുക. അപ്പം കാര്യം ഒരു ഡെസേർട്ടിൽ തന്നെ ചിലപ്പോൾ ഒരു 300-350 കാലറിയോളം വരാം. അതൊരു നല്ലൊരു മീൽ കഴിക്കുന്ന അത്രയും തന്നെ ചിലപ്പം കാലറി നമുക്ക് ഡെസേർട്ടിൽ നിന്ന് കിട്ടും. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾക്ക് കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ കാലറി, ഇപ്പോൾ വെയിറ്റ് കൂടുന്നത് മിക്കവാറും നമ്മൾ കാലറി ഇൻടേക്ക്. അപ്പോൾ കാലറി എന്ന് പറയുമ്പം കൂടുതലും ആഹാരത്തിൽ ഓയിലും അതുപോലെ തന്നെ അധികമായിട്ട് കോക്കനട്ട് യൂസ് ചെയ്യുക, മധുരം കൂടുതൽ ആഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലും കാലറി വരുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പം നോൺ വെജൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പൈസസ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മസാല, ഇതൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ആഘോഷവേളയിൽ നമ്മൾ എക്സസൈസ് മുടങ്ങാതെ ഇരിക്കാൻ നോക്കുക. പിന്നെ പലപ്പോഴും ട്രഡീഷണലായിട്ട് പലരും പറയാറുണ്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വണ്ണം കൂടുതലാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിൽ, ഇപ്പം നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാർ ഉപയോഗിച്ചിരുന്ന രീതി തന്നെയായിരിക്കും. കുക്കിംഗ് മെത്തേഡിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ അത്രയും ഓയിലും ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്കിപ്പം വൈൻ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ അധികം ഉപയോഗിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ തന്നെ ഒരു 100 കാലറീസെങ്കിലും വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫുഡ് നിങ്ങൾക്ക് വേറെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വൈൻ, അതുപോലത്തെ അപ്പറ്റൈസേഴ്സ് ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുവാണെങ്കിൽ ഒരു 4 കഷ്ണത്തിന് പകരം നമുക്കൊരു 2 പീസൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു 2 പീസിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 90 കാലറിയോളം അതിൽ വരും. പിന്നെ നട്ട്സ്, ഇത്ര ആഹാരം കഴിച്ചിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കുറേ ബദാം, പിസ്ത, കാഷ്യൂ ഒക്കെ കഴിച്ചെന്ന് വരാം. അപ്പോൾ അതിലും എക്സസ് ആയിട്ട് കാലറി ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4-5 നട്ട്സ് അല്ലെങ്കിൽ ബദാം നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും ഉൾപ്പെടുത്താം. പക്ഷേ ആഘോഷങ്ങൾ വരുമ്പം അതിൻ്റെ ഒരു പോർഷൻ സൈസ് മനസ്സിലാക്കി ആണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും.